ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻ, മീഡിയൻ, മോഡ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ റിലേഷനും കാര്യങ്ങളെല്ലാം പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, അങ്ങനെ തുടങ്ങിയ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ മെയിനായിട്ട് പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സെൻട്രൽ ടെൻഡൻസി, അതായത് ഒരു ഡാറ്റ ഏത് വാല്യൂവിനോടാണ് നമുക്ക്, അതായത് ഒരു വലിയൊരു ഡാറ്റ നമ്മൾ സിംഗിൾ ഡാറ്റയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അതിനാണ് നമ്മൾ മീന്, മീഡിയന്, മോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ഈ ഡാറ്റയിൽ നിന്നും എത്ര ഡിസ്പേഴ്സ് ആയിട്ടാണ് ബാക്കിയുള്ള ഡാറ്റകൾ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണെന്തൊക്കെയോ ഇതാണ് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയേഷൻ ഒക്കെ, അതായത് വേരിയൻസ് ഒക്കെ അല്ലേ. അതായത് ഒരു സെൻട്രൽ ടെൻഡൻസി ഉണ്ടാവും, അതിൽ നിന്നും എത്ര മാറിയിട്ട്, അതായത് ഡാറ്റാസൊക്കെ എത്ര അകലെയാണ് അല്ലെങ്കിൽ എത്ര അടുത്താണ് കിടക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും എല്ലാം ചെറിയ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം വാല്യൂസ് എല്ലാം മാക്സിമം സെൻട്രൽ ടെൻഡൻസിയുമായിട്ട് അടുത്ത് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ വലിയ വാല്യൂ ആണെങ്കിൽ സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസിലാണ് ഇത് ഡാറ്റാസ് എല്ലാം കിടക്കുന്നത്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കാര്യം നോക്കാം, റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ഇൻ ദ ഡാറ്റാ സെറ്റ്. ഒരു ഡാറ്റാ സെറ്റിലെ ഏറ്റവും വലിയ വാല്യൂ ഏറ്റവും ചെറിയ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനാണ് എന്ത് പറയുക, അതിൻ്റെ റേഞ്ച് എന്ന് പറയാം. അത് നോക്കുക, ആ ഡാറ്റാ സെറ്റിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ നോക്കുക, വലിയ വാല്യൂ എടുക്കുക, അതിൻ്റെ ഡിഫറൻസ് കാണുക. ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പഠിക്കാനില്ല. അത് റേഞ്ച് ഓഫ് അൺഗ്രൂപ്പ് ഡാറ്റ. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡാറ്റ ജസ്റ്റ് സിംഗിൾ ഡാറ്റ ആണെങ്കിൽ ഇത് മതി, മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. ഇനിയിപ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഡാറ്റയൊക്കെ ആയിട്ട് തരും. അതായത് ക്ലാസ് ഇൻ്റർവെല്ലൊക്കെ ആയിട്ടല്ലേ, 0 to 10 ഇത്ര ആൾക്കാർ, 10 to 20 ഇത്ര ആൾക്കാർ, 20 to 30 ഇത്ര ആൾക്കാർ, അങ്ങനെയൊക്കെ ഡാറ്റ തരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അത് കാണാനുള്ള ഇക്വേഷനാണ് അപ്പർ ലിമിറ്റ് ഓഫ് ദ ഹയസ്റ്റ് ക്ലാസ് മൈനസ് ലോവസ്റ്റ് ലിമിറ്റ് ഓഫ് ദ ലോവസ്റ്റ് ക്ലാസ്. ഹയസ്റ്റ് ക്ലാസ് ഏതാ നോക്കുക, അതിൻ്റെ അപ്പർ ലിമിറ്റ് എടുക്കുക, ലോവസ്റ്റ് ക്ലാസ് ഏതാ നോക്കുക, അതിൻ്റെ ലോവസ്റ്റ് ലിമിറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. അതാണ് അവിടുത്തെ എന്ത് വരിക, റേഞ്ച് വരിക കേട്ടോ. സിമ്പിളായിട്ടുള്ള വാല്യൂസ് ആണ്. അതായത് ഗ്രൂപ്പ് ഡാറ്റ അല്ലെങ്കിൽ ജസ്റ്റ് വലിയ വാല്യൂ ചെറിയ വാല്യൂ നമ്മൾ ഡിഫറൻസ് എടുക്കുക. ഇനി ഗ്രൂപ്പ് ഡാറ്റ ആണെങ്കിൽ വലിയ ക്ലാസ്സിൻ്റെ വലിയ വാല്യൂ ചെറിയ ക്ലാസ്സിൻ്റെ ചെറിയ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, അതായത് ഇവിടെ ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇന്നെ സെറ്റ് ഓഫ് ടെസ്റ്റ് സ്കോർസ്, അതായത് ഒരു ടെസ്റ്റിൻ്റെ സ്കോറുകളാണ് 85, 92, 78, 95, 88, 84, 78, 76. ഇതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ റേഞ്ച് കാണാൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എന്താ, വലിയ വാല്യൂ ചെറിയ വാല്യൂ നമ്മൾ ഡിഫറൻസ് അല്ലേ. ഇവിടെ നോക്കി, ഏറ്റവും വലിയ വാല്യൂ ഏതാ, വലിയ വാല്യൂ 95 ഉണ്ടല്ലേ. അപ്പോൾ വലിയ വാല്യൂ 95 ആണ്. ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 78 ഉണ്ട്. 78നേക്കാളും ചെറുതെന്നുണ്ട്, 76 ഉണ്ട് അല്ലേ. അപ്പോൾ 95 മൈനസ് 76 എത്ര കിട്ടും, 19. ഇതാണ് ഇവിടുത്തെ റേഞ്ച് കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ചില RRB NTPC പോലത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ റേഞ്ച് എന്താണെന്ന് അറിയാതെ പോകരുത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് റേഞ്ച് ഓഫ് ഫോർ ദ ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റ ഇതുപോലെ ക്ലാസ് ഇൻ്റർവെല്ലും കാര്യങ്ങളൊക്കെ തന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ റേഞ്ച് നമ്മളെങ്ങനെ കാണാം, നമ്മൾ പറഞ്ഞു വലിയ ക്ലാസ്സിൻ്റെ വലിയ വാല്യൂ, ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ക്ലാസ് ഏതാ, 45, 55 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വാല്യൂ ഏതാ, 55 ആണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ക്ലാസ് ഏതാ, 5 to 15 ആണ്. അതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ, 5 ആണ്. അപ്പോൾ 55 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 50 ആണെന്ത് ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് വലിയ ക്ലാസ് എടുക്കുക, വലിയ ക്ലാസ്സിൻ്റെ വലിയ വാല്യൂ ചെറിയ ക്ലാസ്സിൻ്റെ ചെറിയ വാല്യൂ നമ്മളുടെ ഡിഫറൻസിനാണ് എന്ത് പറയുക, റേഞ്ച് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള റേഞ്ചിൻ്റെ കാര്യം കേട്ടോ. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനം, വേരിയൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വേരിയൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ദ വാല്യൂസ് ഇൻ എ ഡാറ്റാ സെറ്റ് വേരി ഫ്രം ദ ആവറേജ്. ഞാൻ പറഞ്ഞു വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെൻട്രൽ ടെൻഡൻസി, അതായത് ആവറേജ്, മീൻ, മീഡിയൻ, മോഡ്, ഇതൊക്കെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം. ഇതിൽ നിന്നും എത്ര വേരി ചെയ്തിട്ടാണ് ഡാറ്റാ സെറ്റിലെ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കിടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് വാല്യൂ ആണെന്ത്, വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനല്ല, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതാ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഇത് നോക്കി വെക്കുക. ഇനി അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഓട്ടോസം ആണ് x1 മൈനസ് എക്സ് ബാർ. ഈ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനാണ് കേട്ടോ. അതായത് ആവറേജ്, ആ ഡാറ്റേൻ്റെ ആവറേജ് കാണുക, എന്നിട്ട് അതിൽ നിന്നും ഓരോ ഡാറ്റയിൽ നിന്നുള്ള ഡിഫറൻസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ n ചെയ്യുക കേട്ടോ. ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ്, ആദ്യം നമ്മൾ ഈ ഇതിൻ്റെ ആവറേജ് കാണണം. ഈ ഡാറ്റാ സെറ്റിൻ്റെ മൊത്തം ആവറേജ് കണ്ടതിന് ശേഷം നമ്മൾ ഓരോ സിംഗിൾ ഡാറ്റ എടുക്കുക. ആദ്യത്തെ ഡാറ്റ മൈനസ് ആവറേജ്, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. രണ്ടാമത്തെ ഡാറ്റ മൈനസ് ആവറേജ്, അതിൻ്റെ സ്ക്വയർ. മൂന്നാമത്തെ ഡാറ്റ മൈനസ് ആവറേജ്, അതിൻ്റെ സ്ക്വയർ. അങ്ങനെ ഓരോ ഡാറ്റയിൽ നിന്നും ആവറേജിൽ നിന്നും ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്യുക. ഈ സ്ക്വയറുകളെല്ലാം ആഡ് ചെയ്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ n ചെയ്താൽ എന്ത് കിട്ടും, വേരിയൻസ് കിട്ടും കേട്ടോ. ജസ്റ്റ് പറയുമ്പോൾ മനസ്സിലാവില്ല, എന്നാൽ എക്സാമ്പിൾ ഇട്ട് നോക്കാം നമുക്ക്. അതിന് മുമ്പ് വേറെ കാര്യം കൂടെ ഒരു നോട്ടായിട്ട് പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ഇഫ് വി ആഡ് ഓർ സബ്ട്രാക്ട് സെയിം നമ്പർ ഫ്രം ഓൾ ദ ഡാറ്റ ദെൻ വേരിയൻസ് റിമെയിൻസ് ദ സെയിം. ഇപ്പോൾ ഒരു ഡാറ്റാ സെറ്റിലെ എല്ലാ വാല്യൂവിലും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെയിം വാല്യൂ ആഡ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്.
ഇങ്ങനെയാണെങ്കിൽ ആ ഡാറ്റ സെറ്റിൻ്റെ എന്ത് മാറില്ല, വേരിയൻസ് മാറില്ല. പഴയ വേരിയൻസ് തന്നെ ആയിരിക്കും ഈ പുതിയ വേരിയൻസും. കാരണം സെയിം ഡാറ്റ ആഡ് ചെയ്താലോ, എല്ലാത്തിലേക്കും കേട്ടോ, എല്ലാ ഡാറ്റ സെറ്റിലേക്കും സെയിം വാല്യൂ ആഡ് ചെയ്താലോ സെയിം വാല്യൂ സബ്ട്രാക്ട് ചെയ്താലോ വേരിയൻസ് എന്ത് ചെയ്യില്ല, മാറില്ല. ഇനി നേരെ തിരിച്ച്, ഇഫ് യു മൾട്ടിപ്ലൈ ഓൾ ദ ഡാറ്റ വിത്ത് എ നമ്പർ n, ഇനി ആ ഡാറ്റ സെറ്റിൽ എല്ലാ വാല്യൂസും നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പുതിയ വേരിയൻസ് എന്തായിരിക്കും, പഴയ വേരിയൻസ് ഇൻറ്റു n². ഉദാഹരണത്തിന് നമ്മൾ എല്ലാ വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയ വേരിയൻസ് എന്തായിരിക്കും, പഴയ വേരിയൻസ് ഇൻറ്റു 2². അതായത് വേരിയൻസിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കുക, ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ പഴയ വേരിയൻസ് പുതിയ വേരിയൻസ് തമ്മിൽ മാറ്റമുണ്ടല്ലോ, പഴയ വേരിയൻസ് തന്നെ ആയിരിക്കും പുതിയ വേരിയൻസ്. പക്ഷേ എല്ലാ ഡാറ്റയും നമ്മൾ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പുതിയ വേരിയൻസ് എന്തായിരിക്കും, പുതിയ വേരിയൻസ് എന്ന് പറഞ്ഞാൽ പഴയ വേരിയൻസ് ഇൻറ്റു n². ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ സ്ക്വയർ ടൈംസ് എന്ത് ചെയ്യും, മാറും. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കേട്ടോ. ഈ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സംഭവവും പറയുന്നത്. അതിനുശേഷം നമുക്ക് ചോദ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് കിട്ടുന്ന ഒരു വേരിയൻസ്, നമ്മൾ വേരിയൻസ് നേരത്തെ എന്താണെങ്കിലും പഠിച്ചു, ആ വേരിയൻസിൻ്റെ റൂട്ട് എടുത്താൽ കിട്ടുന്നതിനാണ് എന്ത് പറയുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. കൂടുതൽ പറയാനൊന്നുമില്ല, വേരിയൻസ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. ആ കിട്ടുന്ന വേരിയൻസ് വാല്യൂവിന് അതിൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കേട്ടോ. അപ്പോൾ താഴെ ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിൽ നമുക്ക് കണ്ടു നോക്കാം. കാൽക്കുലേറ്റ് ദ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇതാണ് ഡാറ്റ 5, 6, 7, 4, 8 അല്ലേ. ഇതിൻ്റെ എന്ത് കാണണം, വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. അതായത് വേരിയൻസ് കണ്ടാൽ അതിൻ്റെ റൂട്ട് എടുത്താൽ മതി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ വേരിയൻസ് എങ്ങനെ കാണുന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു വേരിയൻസ് കാണാൻ ആദ്യം എന്താ വേണം, ആദ്യം ഈ കാണുന്ന ഡാറ്റേൻ്റെ എല്ലാം ആവറേജ് നമുക്ക് വേണം അല്ലേ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, 5 + 6 + 7 + 4 + 8 ഡിവൈഡഡ് ബൈ 5. കാരണം ടോട്ടൽ 5 വാല്യൂസാണ്. എത്ര കിട്ടും, 5, 6, 11, 11, 7, 18, 18, 22, 30. ടോട്ടൽ എത്രയാണ്, 30 ആണ്. 30/5 എത്ര കിട്ടും, 30/5 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ. 30/5 6. അപ്പോൾ ഇവിടുത്തെ 6, അതായത് ഇവിടെ 6 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ എന്താണ്, എക്സ് ബാർ ആണ് സാധാരണ നമ്മൾ മീനിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇനി വേരിയൻസ് കാണാൻ എന്താ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ ഇക്വേഷൻ നോക്കി, അതിലെന്താ പറയുന്നത്, ഈ ഓരോ വാല്യൂവും ഈ 6ൽ നിന്നും എത്ര ഡിഫറൻസ് നോക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക. അങ്ങനെ ഓരോന്നും സ്ക്വയർ ചെയ്ത് എല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ n ചെയ്താൽ എന്ത് കിട്ടും, n ചെയ്താൽ നമുക്ക് വേരിയൻസ് കിട്ടും. അപ്പോൾ നോക്കാം, നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം അല്ലേ. ഇവിടെ ഫസ്റ്റത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ 5 ആണ്. ഈ 5ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 1 ആണ്. ആ 1ൻ്റെ സ്ക്വയർ എന്ത് കിട്ടും, 1 കിട്ടും. ഇനി 6 അല്ലേ, 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 0 ആണ്. അതിൻ്റെ സ്ക്വയർ 0 തന്നെ, നോക്കേണ്ട ആവശ്യമില്ല. ഇനിയോ 6ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 1 ആണ്. അതിൻ്റെ സ്ക്വയർ 1. ഇനി 6ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 2 ആണ്. 2ൻ്റെ സ്ക്വയർ എത്രയാണ്, 4 ആണ്. ഇനി അടുത്തത് 6ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ്, അതും 2 ആണ്. 2 അല്ല -2 ആണ്. പക്ഷേ കുഴപ്പമില്ല, സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും എന്ത് ചെയ്യും, എല്ലാം പ്ലസ് ആവും, +4 ആണ്. ഇനിയിപ്പോൾ 5 വാല്യൂ നമുക്ക് കിട്ടി, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, n ചെയ്യണം. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡാറ്റ എത്രയാണ്, 5 ആണ് അല്ലേ. നോക്കിയേ, ഇവിടെ എത്ര കിട്ടും, 1 + 1, 2 + 4, 6, 6 + 4, 10. 10/5. 10/5 എന്ന് പറഞ്ഞാൽ 2 ആണ് ആൻസർ. അതായത് ഇവിടുത്തെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വേരിയൻസ് പറഞ്ഞാൽ 2 ആണ്. വേരിയൻസ് 2 ആണെങ്കിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ 2 കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ √2 കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് സിമ്പിളാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് കാണുക, എന്നിട്ട് ആവറേജും ഓരോ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് കാണുക, അതിൻ്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ഓരോ സ്ക്വയറും ചെയ്തിട്ട് ഇതുപോലെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ n ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വേരിയൻസ് കിട്ടും. ആ വേരിയൻസ് കിട്ടിയതിന് നമ്മൾ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. ഇനി ഇവിടെ നോക്കുക, ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 8 വാല്യൂസ് ഈസ് 5. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ എല്ലാത്തിൻ്റെയും 5 ആണ് തന്നിട്ടുണ്ട്. ഇഫ് ഈച്ച് വാല്യൂ ഈസ് ഇൻക്രീസ്ഡ് ബൈ 9 ദെൻ ഫൈൻഡ് ദ വേരിയൻസ് ഓഫ് ദ ന്യൂ സെറ്റ് ഓഫ് വാല്യൂസ്. ഇവിടെ ഓരോ വാല്യൂവും 9, അതായത് ഈ 8 വാല്യൂസ് ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു അല്ലേ. ഈ 8 വാല്യൂസും 9 വെച്ച് ഇൻക്രീസ് ചെയ്താൽ എന്ത് മാറും, പുതിയ വേരിയൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ നോട്ടിൽ നമ്മൾ പഠിച്ചു, സെയിം നമ്പർ ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ എന്ത് മാറൂല, വേരിയൻസ് മാറൂല. പഴയ വേരിയൻസ് തന്നെ ആയിരിക്കും പുതിയ വേരിയൻസ്. അപ്പോൾ ഇവിടെ എല്ലാത്തിലേക്കും നമ്മൾ 9 ആഡ് ചെയ്യുന്നുണ്ട്, എല്ലാം 9 ഇൻക്രീസ് ചെയ്താലും വേരിയൻസിൻ്റെ ഇല്ല, മാറൂല. അപ്പോൾ പഴയ വേരിയൻസ് തന്നെയാണ് പുതിയ വേരിയൻസ് വരും അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ് അല്ലേ. നമുക്കറിയാം റൂട്ട് ഓഫ് വേരിയൻസ് ആണെന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നാൽ അതിൽ നിന്ന് റൂട്ട് കാണാൻ എന്ത് ചെയ്യണം, വേരിയൻസ് കാണാൻ എന്ത് ചെയ്യണം, നേരെ സ്ക്വയർ എടുത്താൽ പോരെ. ഇവിടെ വേരിയൻസ് എന്തായിരിക്കും, വേരിയൻസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
വേരിയൻസ് കാണണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ? ഈക്വേഷൻ നേരെ തിരിച്ചെഴുതി നോക്കിയേ. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 5 കിട്ടി. 5ൻ്റെ സ്ക്വയർ എത്ര? 25. അതായത് ഈ പഴയ വാല്യൂവിൻ്റെ വേരിയൻസ് പറഞ്ഞാൽ 25ആണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം നമുക്കറിയാം, ഇതിലേക്ക് എല്ലാത്തിലേക്കും സെയിം നമ്പർ ആയിട്ടുള്ള 9 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, വേരിയൻസ് മാറില്ല. അപ്പോൾ പഴയ വേരിയൻസും പുതിയ വേരിയൻസും എന്തായിരിക്കും? 25 തന്നെ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചാന്ന് വിചാരിക്കുക, എല്ലാം 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ വേരിയൻസ് പറഞ്ഞാൽ 25 × 9 സ്ക്വയർ ചെയ്യണം കേട്ടോ. ഇത് ഓർത്ത് വെക്കുക. സെയിം നമ്പർ ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ വാല്യൂ മാറില്ല. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? വേരിയൻസ് ഇൻറ്റു n² ആയി മാറും. റെഡിയാണോ? ഓക്കെ. ഇനി അടുത്തത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് മീൻ ഡീവിയേഷൻ കേട്ടോ. ഇതൊക്കെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ SSC പരീക്ഷയ്ക്കൊന്നും വളരെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ RRB NTPC പോലത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്നാലും ഇത് ഓർത്ത് വെക്കുക. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് ഓഫ് ദ അബ്സല്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ഡാറ്റ പോയിന്റ് ആൻഡ് ദ സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി പറഞ്ഞാൽ എന്തും ആവാം? മീൻ, മീഡിയൻ, മോഡ്. അപ്പോൾ ഇവിടെ പല രീതിയിൽ ചോദിക്കാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ചോദിക്കാം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ചോദിക്കാം, മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ചോദിക്കാം. അപ്പോൾ ഇതിലേതാണോ ചോദിച്ചത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ. ഇത്രേ ഉള്ളൂ. ആവറേജ് ഓഫ് ദ അബ്സല്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ഡാറ്റ പോയിന്റ് ആൻഡ് ദ സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ നമ്മൾ ആവറേജ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് കാണണം? ആദ്യം മീൻ കാണണം, അതായത് ആവറേജ് കാണണം. എന്നിട്ട് ഈ ആവറേജും ഓരോ ഡാറ്റ പോയിന്റും ഓരോ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് കാണുക അല്ലേ? ഓരോ ഫാക്ടേഴ്സ് തമ്മിൽ ഡിഫറൻസ് കണ്ടിട്ട് അതെന്ത് ചെയ്യുക? അതിൻ്റെ ആവറേജ് കാണാം. അതാണെന്ത്? മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്നാണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം മീഡിയൻ കാണണം. എന്നിട്ട് ഈ മീഡിയൻ ഈ ഡാറ്റ പോയിന്റിൽ നിന്നും ഓരോന്നുള്ള ഡിഫറൻസ് കാണണം. എന്ത് ചെയ്യണം? അതിൻ്റെ ആവറേജ് എടുക്കണം കേട്ടോ. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണെങ്കിൽ മോഡ് കണ്ടതിന് ശേഷം ഈ മോഡിൽ നിന്നും ഓരോ ഡാറ്റ പോയിന്റിലേക്കും നമ്മളുടെ ഡിഫറൻസ് കാണുക, അതിൻ്റെ ആവറേജ് എടുക്കുക. ഓക്കെ, ഇതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആവറേജ് ഓഫ് ദ അബ്സല്യൂട്ട് ഡിഫറൻസ്. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണണം. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാൻ ഒന്നുമില്ല, നമ്മളിവിടെ മുകളിൽ കണ്ടുവച്ചിട്ടുള്ള മീൻ ഡീവിയേഷനെ മീൻ കൊണ്ട് ഡിവൈഡ് മീൻ, അതായത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ് കണ്ടതെങ്കിൽ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് കണ്ടതെങ്കിൽ മീഡിയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡാണ് കണ്ടതെങ്കിൽ മോഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. ഇതാ ഒറ്റ ചോദ്യമുള്ള ഒറ്റ ചോദ്യത്തിൽ നമ്മൾ 3 ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പോകും കേട്ടോ. ഡിറ്റർമൈൻ ദ mean deviation about their mean, median and mode for the given set of data, and also find the coefficient of mean deviation for the same. Okay, coefficient of mean deviation കാണും കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യുക? നമ്മൾ ഡാറ്റാസ് കൊടുത്ത് തന്നിട്ടുണ്ട് 6, 6, 7, 10, 11. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ ഡാറ്റാ സെറ്റിൻ്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും കാണണം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും കാണണം, മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡും കാണണം. അപ്പോൾ നമുക്ക് ആദ്യം 3 തന്നെ ചെയ്യാം. ഓക്കെ, നോക്കിയേ. അപ്പോൾ ആദ്യം നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാൻ പോവുകയാണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം നമ്മൾ ഈ ഡാറ്റാ സെറ്റിൻ്റെ മീൻ കണ്ടുവെക്കണം അല്ലേ? ഡാറ്റാ സെറ്റിൻ്റെ മീൻ എത്രയാണ് നോക്കിയേ? മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് എത്ര കിട്ടും? 6 + 6 + 7 + 10 + 11, അതായത് 21, 28, 34, 40 എത്ര കിട്ടും? മീൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൂട്ടിയപ്പോൾ നമ്മൾ 40 കിട്ടി. 40/5 അല്ലേ? ടോട്ടൽ 5 വാല്യൂസ് അല്ലേ? അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ 8 കിട്ടും അല്ലേ? അപ്പോൾ ഡാറ്റ സെറ്റ് നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. ഓക്കെ, ഇനി ചോദ്യം എന്താ? ഇനി നമുക്ക് മീൻ കിട്ടി. ഇനി മീൻ ഡീവിയേഷൻ കാണാൻ പോകണം കേട്ടോ. അതായത് അബ്സല്യൂട്ട് ഡിഫറൻസ് എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞത്. അബ്സല്യൂട്ട് ഡിഫറൻസ് പറഞ്ഞാൽ ഒന്നുമില്ല, 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് മാത്രം. അത് നെഗറ്റീവ് ആണോ നോക്കണം, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കേണ്ടത്. നമ്മൾ എന്ത് മാത്രം എടുത്താൽ മതി? പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. -1 ആണെങ്കിൽ എന്തെടുക്കണം? പ്ലസ് എടുക്കണം. അതിനാണ് അബ്സല്യൂട്ട് ഡിഫറൻസ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 8 മീൻ കിട്ടി. ഇനി നമ്മൾ ഈ മീനിൽ നിന്നും ഓരോ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. അതായത് 8 - 6 എത്ര കിട്ടും? ഡിഫറൻസ് പോസിറ്റീവ് മാത്രം എടുത്താൽ മതി കേട്ടോ, നെഗറ്റീവ് ഒന്നും നോക്കണ്ട. 8ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. 8ഉം ഈ രണ്ടാമത്തെ 6ഉം തമ്മിലുള്ള ഡിഫറൻസ് വീണ്ടും 2. 8ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. 8ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. 8ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 അല്ലേ? കിട്ടിയില്ലേ? മീൻ ഡീവിയേഷൻ കിട്ടിയില്ലേ? ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാൻ എന്ത് ചെയ്യണം? ÷ n ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ എല്ലാം ആവറേജ് എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ അബ്സല്യൂട്ട് ഡിഫറൻസ് കണ്ടിട്ട് അതിൻ്റെ ആവറേജ് എടുക്കണം. അതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. അതായത് ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ ÷ 5 എത്ര കിട്ടും? 3 + 2 5, 6, 8, 10. 10/5 എന്ന് പറഞ്ഞാൽ എത്രയാ? 2. ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഇനി ചോദ്യത്തിൽ പറയാം എന്ത്? ഒരു കാര്യം കൂടെ നമുക്ക് കാണേണ്ടി വരും, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ. അതുകൂടെ ചോദിക്കും അല്ലേ? ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫോർ ദ സെയിം. അപ്പോൾ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ് കണ്ടതെങ്കിൽ ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടും. അപ്പോൾ നമുക്കിവിടെ മീൻ ഡീവിയേഷൻ എത്ര കിട്ടി?
2 കിട്ടി അല്ലേ. അതിന് നമ്മൾ മീൻ വാല്യൂ കൊണ്ട് വേറെ 8 മീൻ അല്ലേ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടും. അത് 2/8 എത്രയാ? 2/8 എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. എപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് നമ്മൾ ചെയ്തതെങ്കിൽ ഇതാണ് വാല്യൂ. ഇനി നമുക്ക് ഇതേപോലെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാം, മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് കാണാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡും മീഡിയൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നോക്കാം. ആദ്യം എന്ത് വേണം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണണമെങ്കിൽ അല്ല മീഡിയൻ കാണണമെങ്കിൽ ആദ്യം ഇതിൻ്റെ മീഡിയൻ എന്താണെന്നുള്ളത് കാണണം. മീഡിയൻ എല്ലാം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെയൊക്കെ അതായത് അസെൻഡിങ് ഓർഡറിൽ ചെറുത് മുതൽ വലുത് വരെ എഴുതുകയാണെങ്കിൽ ഏറ്റവും മിഡിലിൽ കാണുന്ന വാല്യൂ ഏതാണോ അതാണ് മീഡിയൻ അല്ലേ. നോക്കിയേ ഇവിടെ ഓൾറെഡി അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത് 6, 6, 7, 10, 11. അപ്പോൾ ഇതിൻ്റെ മിഡിൽ വാല്യൂ ഏതാ? മിഡിൽ വാല്യൂ 7 ആണ്. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? മീഡിയൻ എന്ന് പറഞ്ഞാൽ 7 കിട്ടി. ഇനി അബ്സല്യൂട്ട് ഡിഫറൻസ് നോക്കുക. ഈ മീഡിയനിൽ നിന്നും ഓരോ വാല്യൂവും തമ്മിലുള്ള അബ്സല്യൂട്ട് ഡിഫറൻസ് നോക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക. അതാണ് മീൻ ഡീവിയേഷൻ അല്ലേ. അതായത് 7ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. 7ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് വീണ്ടും 1. 7ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 0. 7ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 7ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ് അല്ലേ. ഇതിൻ്റെ എല്ലാം ആവറേജ് കാണണം. അതാണെന്ത്? മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇതിൻ്റെ ആവറേജ് എത്ര നോക്കിയേ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5. ഇവിടെ 5 ആണല്ലേ. എത്ര കിട്ടും? 7ഉം 2ഉം 9. 9/5 9/5 ആണ് ഇവിടുത്തെ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കൂടെ കാണണം. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആണ് കാണേണ്ടതെങ്കിൽ ഈ കിട്ടിയിട്ടുള്ള മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? മീഡിയൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. മീഡിയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. മീഡിയൻ എത്ര ഇവിടെ? 7 ആണ്. അപ്പോൾ 9/5/7 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും 9/35. ഇതാണെന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. എപ്പോൾ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് കാണുന്നതെങ്കിൽ കേട്ടോ. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണെങ്കിൽ നമ്മളിവിടെ കാണേണ്ടത് മീനാണ്. എന്നിട്ട് ആ മീനിൽ നിന്നും ഓരോ ഡാറ്റയും നമ്മൾ ഡിഫറൻസ് കാണുക, അതിൻ്റെ ആവറേജ് എടുക്കുക. എന്നിട്ട് ആ വാല്യൂവിനെ നമ്മൾ വീണ്ടും മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടും. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിൽ ആദ്യം മീഡിയൻ കണ്ടുവെക്കുക. എന്നിട്ട് ആ മീഡിയനിൽ നിന്ന് ഓരോ നമ്പറിൻ്റെ ഡിഫറൻസ് കാണുക, അതിൻ്റെ ആവറേജ് എടുക്കുക. എന്നിട്ട് ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ മീഡിയൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടും. ഇനി മൂന്നാമതൊരു സാധനം കൂടി ഉണ്ട്. ഏതാ? മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ്. അതും കൂടെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഏതാ എടുക്കേണ്ടത് അവിടെ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ മീൻ എടുക്കണം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിൽ മീഡിയൻ എടുക്കണം. മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണെങ്കിൽ മോഡ് വാല്യൂ എടുക്കണം. ഇവിടുത്തെ മോഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡാറ്റാ സെറ്റിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ഏതാണോ അതാണ് ഇവിടുത്തെ മോഡ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 6 എന്ന് പറഞ്ഞ സാധനം 2 ഉണ്ട്, ബാക്കിയുള്ളതെല്ലാം ഓരോന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മോഡ് എന്ന് പറഞ്ഞ വാല്യൂ ഏതാ? മോഡ് എന്ന് പറഞ്ഞ വാല്യൂ എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 6ൽ നിന്നും ഓരോ പോയിന്റിൽ ഓരോ ഡാറ്റ വാല്യൂയിലേക്കും തമ്മിലുള്ള ഡിഫറൻസ് കാണണം. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കണം അല്ലേ. അപ്പോൾ 6ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 0. 6ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് വീണ്ടും 0. 6ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. 6ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 4. 6ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 അല്ലേ. ഇനി ഈ വാല്യൂവിൻ്റെ എല്ലാം ആവറേജ് കാണണം. ഡിവൈഡഡ് ബൈ എത്രയാണ്? ടോട്ടൽ വാല്യൂ 5 അല്ലേ. ഓക്കെ, എത്ര കിട്ടും? ഇത് 2 0, ഇത് 1 4 5. എത്ര കിട്ടും? 10/5 എന്ന് പറഞ്ഞാൽ 2. അപ്പം മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ഇനി നമുക്ക് കണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡാണ് കണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് കണ്ടതിന് ശേഷം ഡിവൈഡഡ് ബൈ മോഡ് ചെയ്താൽ മതി. മോഡ് ഇവിടെ എത്ര? 6 ആണ്. അപ്പോൾ 2/6 എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ നമ്മൾ ഈ ഒരേ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 3ഉം കണ്ടു അല്ലേ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും കണ്ടു, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും കണ്ടു, മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡും കണ്ടു. ഓക്കെ, ഇനി അതാത് വാല്യൂസിനെ നമ്മൾ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടും, മോഡ് കൊണ്ട് ചെയ്താലും കിട്ടും, മീഡിയൻ കൊണ്ട് ചെയ്താലും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ 3 വാല്യൂസ്. സിമ്പിളാണ് സംഭവം. തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ നേരെ ഏതാണോ സെൻട്രൽ ടെൻഡൻസി, അത് മീനാണെങ്കിൽ മീൻ, മീഡിയൻ ആണെങ്കിൽ മീഡിയൻ, മോഡാണെങ്കിൽ മോഡ്, ജസ്റ്റ് ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക, അപ്പോൾ മീൻ ഡീവിയേഷൻ കിട്ടും. അതിനെ ആ തന്നിരിക്കുന്ന വാല്യൂ കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്താൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ഇനി അവസാനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ഇതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ഏതോ RRB NTPC പോലത്തെ ഏതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. എവിടെയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കുക. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ചോദിക്കും.
ജസ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ ഇക്വേഷൻ ഒന്ന് പഠിച്ചു നോക്കുക. എന്താ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ളത് നമ്മൾ പഠിച്ചു, മീൻ കാണാനുള്ളത് നമുക്കറിയാം, ഇൻറ്റു 100 ചെയ്താൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടും. അപ്പോൾ ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് ഇനിയും പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഈ ഒരു RRB പരീക്ഷക്കോ അല്ലെങ്കിൽ SSC Tier 2 പരീക്ഷയ്ക്കോ വേണ്ടിയിട്ട് പഠിക്കണ്ട. പക്ഷേ JSO പോലത്തെ പേപ്പറിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഡീപ്പായിട്ട് വേണം ഇതിന് പ്രിപ്പയർ ചെയ്യാം. JSO അതുപോലെ തന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, ഇതിനൊക്കെ നമുക്ക് പേപ്പർ 2 എന്ന് പറഞ്ഞ സാധനം ആവശ്യമുണ്ട്. അപ്പോൾ അത് പഠിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഇത് കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. പക്ഷേ ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞ Tier 2 എക്സാമിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ RRB NTPC അതുപോലെ തന്നെ ഗ്രൂപ്പ് D ALP പോലത്തെ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഈ ഒരു ലെവലിലൊന്ന് മിനിമം പഠിച്ചു വെക്കുക കേട്ടോ. ഇത് നമ്മൾ മീൻ, മീഡിയൻ, മോഡ്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെക്കുക. ജസ്റ്റ് ഒരു നമുക്കൊരു നോട്ടാക്കി എഴുതിയാൽ പോലും നമുക്കൊരു 2 ഷീറ്റിൽ പഠിക്കാനുള്ള സാധനമുള്ളൂ, കൂടുതലൊന്നും പഠിക്കാനില്ല. അപ്പോൾ അത് എന്ത് ചെയ്യരുത്, ചെറുതാക്കി കാണരുത്. ചിലപ്പോൾ Tier 2 പരീക്ഷ ഏതൊരു പരീക്ഷയ്ക്ക് 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്. അപ്പോൾ 2 മാർക്ക് വെറുതെ കൊണ്ടുപോയിട്ട് കളയരുത്. ഏതൊരു പരീക്ഷയ്ക്കും NTPCക്ക് എല്ലാ പേപ്പറിലും ഏകദേശം ഓരോന്ന് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് ഇത് നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടോട് കൂടി നമ്മൾ തിയറി ഇവിടെ നിർത്തുകയാണ്. ഇനി ഒരു പാർട്ടും കൂടെ നമ്മൾ ചെയ്യും. ആ പാർട്ടിൽ എന്തായിരിക്കും, അതിൽ നമ്മൾ പ്രീവിയസ് ഇയർ RRB SSC പോലത്തെ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ് നമുക്ക് ഒന്നും കൂടി പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് മൊത്തം ജസ്റ്റ് തിയറി പാർട്ടാണ്. ആ തിയറി പറയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലം ചെയ്തു എന്നല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു 10, 30, 40 പ്രോബ്ലംസ് എന്ത് ചെയ്യാം, പതുക്കെ ചെയ്ത് നമുക്കൊന്ന് പരിചയമാവാം. ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസും കൂടെ കണ്ടിട്ടുണ്ട്. അതായത് ഇത് 2ാമത്തെ പാർട്ടാണ്. ഇതിന് മുമ്പുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മീൻ, മീഡിയൻ, മോഡ്. അതെന്ത് ചെയ്യുക, എല്ലാവരും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയി കാണാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.